നമസ്കാരം എല്ലാ മാണി പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കയ്പമംഗലം വഴിയമ്പലത്തുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. മണലൂർ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. കയ്പമംഗലം വഴിയമ്പലത്ത് വാഹനാപകടം, ഒരാൾക്ക് പരിക്ക്. KSRTC ബസ്സും ടെമ്പോ ട്രാവലറും കാറുമാണ് കൂട്ടിയിടിച്ചത്. ശനിയാഴ്ച രാവിലെ 11:15 ആയിരുന്നു അപകടം. കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസ്സും ശബരിമലയിൽ പോയി തിരികെ കോഴിക്കോട്ടേക്ക് പോയിരുന്ന ടെമ്പോ ട്രാവലറും മുന്നിൽ പോയിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന പെരിഞ്ഞനം സ്വദേശി സൗമ്യയ്ക്ക് നിസ്സാര പരിക്കേറ്റു. ഇവരെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ് പ്രവർത്തകർ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ ചാഴൂർ യൂണിറ്റ് കൺവെൻഷൻ ആലപ്പാട് GLP സ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ ചേർന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CA ജോയ് അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് 2ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസിനെയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ 2 വയസ്സ് പ്രായമുള്ള ഇസാമറിയം ജോബിനെയും ചടങ്ങിൽ ആദരിച്ചു. പെരിങ്ങോട്ടുകര ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി, ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ്, സുമ മനോജ്, ചിത്തിര, ബീന ജോൺസൺ, ബിന്ദു രാജീവ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജോയി CA, സെക്രട്ടറി സുമ മനോജ്, ട്രഷറർ ചിത്തിര എന്നിവരെ തിരഞ്ഞെടുത്തു. നമുക്കറിയാം, 3 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തി ഭാരവാഹികളെ പ്രഖ്യാപിച്ച് കൃത്യമായി നടന്നു പോവുകയും ഇപ്പോൾ നമ്മൾ കൺവെൻഷനെ സമീപിക്കുകയാണ്. കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളും അതാത് സമയങ്ങളിൽ കൃത്യമായ മാർഗരേഖയിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സർക്കുലറുകളിലും കൂടിയും എല്ലാ മെമ്പർമാരിലേക്കും താഴെത്തട്ട് വരെ എത്തിക്കുന്നതിന് കൃത്യമായ അടക്കും ചിട്ടയോടുകൂടി തന്നെ ഏരിയ പ്രവർത്തിക്കുന്നു, അതുപോലെ ജില്ല പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും യഥാസമയം നമ്മൾ അറിയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കൺവെൻഷനെ കുറിച്ച് പലപ്പോഴും മുഴുവൻ മെമ്പർമാരും ബോധവാന്മാരാകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. മണലൂർ പഞ്ചായത്തിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും പ്രകടനത്തിൽ അണിനിരന്നു. കണ്ടശാങ്കടവ് ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് നിന്നും തുടങ്ങിയ പ്രകടനം കണ്ടശാങ്കടവ് ജെട്ടിയിൽ സമാപിച്ചു. DJ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. LDF നേതാക്കളായ MR മോഹനൻ, VN സുർജിത്ത്, VV പ്രഭാത്, സാജൻ മുടവങ്ങാട്ടിൽ, ധനമോൻ മടത്തിപ്പറമ്പിൽ, MK സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ മീഡിയ കൺവർജൻസ് TMCയുടെ 14ാമത് വാർഷിക പൊതുയോഗം നടന്നു. പെരിങ്ങോട്ടുകര TMC ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. TMC ചെയർമാൻ EL ടോണി അധ്യക്ഷത വഹിച്ചു. MD TD സുഭാഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു.
സിഒഎ മേഖലാ പ്രസിഡന്റ് ടി.എം. റഹീം, സെക്രട്ടറി സുമേഷ് കുമാർ, സിജോ കുണ്ടുകുളം, രഘു പുളിക്കൽ, പി.എൻ. സുജിത് എന്നിവർ സംസാരിച്ചു. ഒരുപാട് മേഖലകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡിജിറ്റൽ കണക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. വോട്ട് ബാങ്ക് കാര്യമായിട്ടൊരു ഉദ്ദേശ പുരോഗതി നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേ മാസം നമുക്ക് 40,760 ഡിജിറ്റൽ കണക്ഷൻ ടീംസോടെ കഴിയുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ KSKTU മണലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാഞ്ഞാണി സെന്ററിൽ നടത്തിയ പ്രകടനം ജില്ലാ കമ്മിറ്റി മെമ്പർ PK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. CF ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. ജനാർദ്ദനൻ മണ്ണുമ്മൽ, സിജി മോഹൻദാസ്, സുധർമ്മൻ ചിരുകണ്ടത്ത്, അരുൺ ആനന്ദ്, സഹനലത സത്യൻ, VK കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 22 മുതൽ 2026 ജനുവരി 4 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ട്രസ്റ്റ് മെമ്പർമാരായ കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, മാനേജർ ഗോകുൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിറവെള്ളാട്ട് മഹോത്സവം 2026 ജനുവരി 24 മുതൽ തുടക്കമായി. ഡിസംബർ 24 മുതൽ തുടക്കമായി. 24 സംഗീതോത്സവം സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം തിരുവള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് 2, 3, 4 തീയതികളിലായിട്ട് ആഘോഷിക്കാൻ തീരുമാനമുണ്ട്. ട്രസ്റ്റിൻ്റെ തീരുമാനത്തിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ. ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി തിരിതെളിയിക്കും. 29 വൈകിട്ട് 7 തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യ ദയാൾ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ വേദിയിൽ ഒന്നിക്കുന്ന സംഗീത നിശ അരങ്ങേറും. 30 വൈകിട്ട് 7 തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി നടക്കും. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8 തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര നടക്കും. അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നിവ അകമ്പടിയാകും. രാവിലെ 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേർന്ന് അഭിഷേകവും വാദ്യകലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. തിരുവമ്പാടി മടത്തിൽ വരവ് മേളത്തിന് നെടുനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. കൂടെ തിറയാട്ടവും ശിങ്കാരി കാവടിയും ശിങ്കാരി മേളവും ഉണ്ടാകും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കെഴുന്നള്ളിപ്പ് അകമ്പടിയായി 100-ൽ പരം വാദ്യകലാകാരന്മാരെ അണിനിരത്തി സിനിമാ താരം പത്മശ്രീ ജയറാം പഞ്ചാരിമേളം ഒരുക്കും. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ഇതിൻ്റെ കൂടാതെ കഴിഞ്ഞ വർഷം ധനസഹായം കൊടുത്തിരുന്ന സംഘടനകൾക്ക് ഇപ്രാവശ്യവും നിർദ്ധരായ താലൂക്ക് പഞ്ചായത്തിലെ എല്ലാ രോഗികൾക്കും, കിഡ്നി രോഗികൾക്കും, ക്യാൻസർ രോഗികൾക്കും ഒക്കെ നമ്മൾ ധനസഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. കേരളത്തിലെ പുണ്യപുരാതന വിഷ്ണുമായ ക്ഷേത്രമായ ശ്രീ കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ജന്മദിനമായി ആചരിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുന്നു. തൃപ്രയാർ തേവരുടെ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ പൂജിച്ചുകൊണ്ട് ആരംഭിക്കുന്ന വാദ്യഘോഷയാത്ര ശ്രീ കാനാടിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അഭിഷേക ചടങ്ങിലും എഴുന്നള്ളിപ്പിലും പങ്കെടുത്ത് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ വിശിഷ്ട രൂപക്കളം ദർശനം നടത്തി സർവ്വദോഷ പരിഹാരങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും സകല ഭക്തസന്താനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം.
അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. ഗുരുധർമ്മ പ്രചരണ സഭ കിഴക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശിവഗിരി തീർത്ഥാടന വ്രതാരംഭത്തിന്റെ ഭാഗമായി പീതാംബര ദീക്ഷ നടത്തി. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രം ശ്രീനാരായണാശ്രമത്തിൽ നടത്തിയ ചടങ്ങിൽ ആശ്രമം സെക്രട്ടറി ദിവ്യാനന്ദഗിരി സ്വാമികൾ പീതാംബര ദീക്ഷ നൽകി. യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവൻ ചക്കമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബോധാനന്ദൻ കടവിൽ, സത്യദേവൻ തലാപ്പിള്ളി, ബൈജു തെക്കിനിയടത്ത്, മാധവൻ പള്ളിയിൽ, ഷീല സത്യദേവൻ എന്നിവർ പങ്കെടുത്തു. അതിനു മുന്നോടിയായി നിങ്ങളൊക്കെ ശിവഗിരിയിൽ ഭഗവാനെ ദർശനം ചെയ്യാൻ പോകുന്ന ഭക്തന്മാരാണ്. അപ്പം നിങ്ങളുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ വെച്ചിന്ന് പീതാംബര ദീക്ഷ ധരിക്കുകയാണ്. നമ്മൾ നിത്യവും നമ്മുടെ ജീവിത ചര്യകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലക്ഷ്യത്തിലേക്കുള്ള പുറപ്പെടലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു മഞ്ഞ ചരട് കെട്ടുകയാണ്. നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നു. ഗുരു പറഞ്ഞ ചിട്ടകൾക്കനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാനും അതിലൂടെ നമ്മൾക്ക് വന്നു ചേരുന്ന ഗുരുവിൻ്റെ അഭൗമമായ അനുഗ്രഹ വർഷം കിട്ടുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മളിങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നത്. അപ്പം അതിലൂടെയൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഒക്കെ നന്മ മാത്രമേ ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. എടമുട്ടം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ നോർത്ത് സൗത്ത് സോൺ പ്രൊഫൈൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപനവും അനാച്ഛാദനവും നടത്തി. നോർത്ത് സോൺ ബോർഡിന്റെ അനാച്ഛാദനം KR ബിജുവും സൗത്ത് സോൺ ബോർഡിന്റെ ഉദ്ഘാടനം KK ജോസഫും നിർവഹിച്ചു. പ്രസിഡന്റ് സുജിൻ പുല്ലാട്ട അധ്യക്ഷനായി. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സുധീർ പട്ടാലി, സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ, ഉല്ലാസ് SK, ക്ലെമൻ KJ, മുരളി തയ്യിൽ, ഗോപി ഞാറ്റുവെട്ടി, PN പ്രവീൺ, ബിന്നി ആലപ്പാട്, പവിത്രൻ, വിജയഗോപി, വിനോദൻ കൊച്ചുവീട്ടിൽ, രാജൻ കൊച്ചുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന്റെ കാലിടൽ കർമ്മം ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൻ കുമാരശ്ശേരി, സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി, കൺവീനർ കരുണാകരൻ പാലക്കൽ, ജോയിന്റ് കൺവീനർ സുകേഷ് വാര്യത്തുപറമ്പിൽ, രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ കുമരം കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ വനദുർഗ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ഈ വിളക്കിൻ്റെ കാൽനാട്ട് കർമ്മമാണ് ഇവിടെ നടന്നത്. വളരെ നമുക്കറിയാം, മണ്ഡലകാലമാണ്.
എല്ലായിടത്തും ഭഗവാനെ പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തു നിന്ന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും എല്ലായിടത്തും ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ മഹനീയമായിട്ടുള്ള കർമ്മം ഇവിടെ ഈ നല്ല മുഹൂർത്തം നോക്കി നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചത് ഭാഗ്യമായിട്ട് കരുതുന്നു. ഇവിടെ എല്ലാ ഭക്തന്മാർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അന്തിക്കാട് 9ാം വാർഡിൽ വിജയിച്ച ബിജു അണ്ടേഴത്ത് ഉദ്ഘാടനം ചെയ്തു. വർഷമായി നടത്തി വരുന്ന സമ്മാന കുപ്പൺ ഞാൻ 1-2 തവണ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു മുൻപ്. അപ്പോൾ മത്സരമുള്ളപ്പോൾ തന്നെ ഉദ്ഘാടനത്തിനനുസരിച്ച് എനിക്ക് എന്നപ്പോൾ വളരെ സീനിയർ ഒരാളുണ്ട്. മത്സരം ഞാനും രാഷ്ട്രീയമില്ലാത്തപ്പോഴും നല്ലൊരു എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ഒരാളാണ്. അന്ന് ഈ പറഞ്ഞ ഒരു ഫോട്ടോ ഇട്ടത് സൗഹൃദം എന്ന് നിലനിൽക്കുന്നു പറഞ്ഞിട്ട്, പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് തോന്നിയില്ല. ഞാൻ പറയും രാഷ്ട്രീയം ഇലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും സൗഹൃദമായിട്ടാണ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ആദ്യമായിട്ടാണ് ഞാനൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടി ഇതിൻ്റെ സമ്മാനത്തിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. AV ശ്രീവത്സൻ, സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, സിന്ധു M, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. വാളമുക്ക് സ്വദേശിനി ലിജിയ ജിമ്മി ചുങ്കത്ത്, ശശി മണത്തല, ചാഴൂർ സ്വദേശിനി ശാന്തക്കുട്ടി ഇളയത്ത്, ബമ്പർ വിന്നർ മഞ്ഞപ്പിത്തം സ്വദേശിനി ജസീന്ത കരുതുകുളങ്ങര എന്നിവരാണ് ഡിസംബർ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 31ാമത് വാർഷികാഘോഷം നടന്നു. സാൻസ്കൃതി 2025 ഉദ്ഘാടനം മിമിക്രി കലാകാരനും ചലച്ചിത്ര നടനുമായ കലാഭവൻ സതീഷ് നിർവഹിച്ചു. അപ്പോൾ ഇനി എനിക്ക് ഈ സ്കൂളിൽ പല സ്കൂളുകളിലും പോകുമ്പോൾ കിട്ടാത്ത ഒരു അനുഭൂതി തോന്നിയത് ഭാരതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിനെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരോട് വലിയ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഭാരതം എന്ന് കേട്ടാൽ നമുക്ക് സിരകളിൽ തിളയ്ക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നമ്മളൊരു തൃശ്ശൂർക്കാരനല്ല, നമ്മളൊരു കോഴിക്കോട്ടുകാരനല്ല, നമ്മളൊരു കേരളീയനല്ല, ഒരു ഗുജറാത്തിയല്ല, നമ്മൾ ഇന്ത്യനാണ് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ അഭിമാനബോധം ഉയരേണ്ടത്. സ്കൂൾ മാനേജർ PS രാമചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ പ്രിൻസിപ്പൽ ബിന്ദു C, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഭിന്ദിയ ബോസ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ ഉഷ സുകുമാരൻ, ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, അക്കാദമിക് ഡയറക്ടർ TR വിജയം, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ശരൺ AV, മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഗോപിക അനിൽകുമാർ, സ്കൂൾ ലീഡർ PS ദേവ എന്നിവർ സംസാരിച്ചു. പണി സിനിമ കണ്ടോ? പണി ജോജു ജോർജിൻ്റെ പണി എന്ന് പറഞ്ഞൊരു സിനിമയിൽ സാഗർ സൂര്യനെ അറിയാം അല്ലേ, നമുക്ക് ബിഗ് ബോസിലൂടെ ഒക്കെ. അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ അടുത്തിടെ ഞാൻ ചെയ്തപ്പോൾ കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതിൽ സാഗർ എന്ന് പറയുന്ന ആൾ പണി സിനിമയിൽ പറഞ്ഞത്, മോളു സോറി 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 സോറി. ആരരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. കേരളത്തിലെ പുണ്യപുരാതന വിഷ്ണുമായ ക്ഷേത്രമായ ശ്രീ കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ജന്മദിനമായി ആചരിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുന്നു. പരമ്പരാഗത വാദ്യ കലാരൂപങ്ങളുടെയും നൃത്ത സംഗീതോത്സവത്തിൻ്റെയും അകമ്പടിയോടെ ആഘോഷിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുത്ത് മനമുരുകി കാനാടിക്കാവ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിക്ക് മുൻപിൽ സമർപ്പിക്കുന്ന ഭക്തരുടെ ഏതൊരു പ്രാർത്ഥനയ്ക്കും തീർച്ചയായും ഫലസിദ്ധിയുണ്ടാകും. ശ്രീ വിഷ്ണുമായ സ്വാമി ഭക്തരെ നേരിട്ട് കാണാൻ പുറത്തെഴുന്നള്ളുന്ന പുണ്യം നിറഞ്ഞ തിറവെള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാനും ദർശന സൗഭാഗ്യം നേടാനും എല്ലാ ഭക്തരെയും ശ്രീ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ. തിരികെ വാർത്തകളിലേക്ക്. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിന്റെ 21ാമത് വാർഷികാഘോഷ പരിപാടിയുടെ 2ാം ദിവസത്തെ ഉദ്ഘാടനം നടനും സിനിമാ സംവിധായകനും മറിമായം TV ഷോ താരവുമായ സലീം ഹസൻ നിർവഹിച്ചു. എനിക്ക് ഈ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലായില്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ കാലഘട്ടം സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം. സ്കൂളിലേക്ക് നമ്മൾ പഠിക്കാനായി വരുമ്പോൾ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കാതെ, റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കാതെ, TV കാണാൻ സമ്മതിക്കാതെ യൂണിഫോം അണിഞ്ഞ് സ്കൂളിലേക്ക് വരും. ഇവിടെ നമ്മുടെ തലയിൽ കയറാത്ത A+B അതും ഇതുമൊക്കെ ഇവർ ടീച്ചർമാർ പറയും, നമുക്ക് ഭ്രാന്താവും. അപ്പോൾ നമ്മൾ പടച്ചോനോട് പിന്നെയും പ്രാർത്ഥിക്കും, പടച്ചോനെ ഈ നശിച്ച 12 കൊല്ലം എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ഒരു 20-25 വയസ്സൊക്കെ ആയി, ഭാര്യയായി, മക്കളായി, ജീവിത പ്രാരാബ്ധങ്ങളായി നമുക്കൊന്ന് മരുന്ന് തിരിയാൻ സമയമില്ലാതെ വരുമ്പോൾ കണ്ണീരിട്ടുകൊണ്ട് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും, പടച്ചവനെ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ആ മനോഹരമായ കാലഘട്ടം എനിക്കൊന്ന് തിരിച്ചു തന്നിരുന്നെങ്കിൽ. ഒരു കെട്ടുപാടുകളുമില്ലാതെ നമുക്ക് എന്തും പറയാവുന്ന സുഹൃത്തുക്കളോടൊപ്പം യൂണിഫോമൊക്കെ അണിഞ്ഞ് പൂമ്പാറ്റകളെ പോലെ പാറി നടന്ന ആ മനോഹരമായ കാലഘട്ടം എനിക്ക് നീ ഒന്ന് തിരിച്ചു തന്നിരുന്നെങ്കിൽ. ഈ വർഷം പഠന കലാ കായിക മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും ട്രോഫികളും നൽകി അനുമോദിച്ചു. ചെയർമാൻ MA ഷൗക്കത്ത് അലി അധ്യക്ഷനായി. സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, പ്രിൻസിപ്പൽ ഖെയ്നി മൈക്കിൾ, പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, മാനേജർ IT മുഹമ്മദ് അലി, മാനേജ്മെന്റ് ട്രസ്റ്റ് അംഗങ്ങൾ, വൈസ് പ്രിൻസിപ്പൽ സുവിധ CS, സെക്ഷൻ ഹെഡുമാരായ ഷൈന CS, ദീപ KM, ആശ KC, നസീമ ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ലൗലി ജിനൻ, ഹെഡ് ഗേൾ അമീഷ ഇഷാഖ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവം ഡിസംബർ 17 മുതൽ ഡിസംബർ 27 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒന്നാം ദിവസമായ ഡിസംബർ 24-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും. അന്നേ ദിവസം വൈകിട്ട് ഹനുമാൻ സ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണം നടക്കും. മൂന്നാം ദിവസമായ ഡിസംബർ 25 സ്വാമിക്ക് ലക്ഷാർച്ചന, നാലാം ദിവസം രൂപകളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, സമൂഹാർച്ചന, ബ്രഹ്മകലശാഭിഷേകം, കളത്തിൽ നൃത്തം എന്നിവ നടക്കും. മഠാധിപതി അനന്തു സുരേഷ് മുഖ്യ കാർമ്മികനാകും. മഠാധിപതി അനന്തു സുരേഷ്, സെക്രട്ടറി വിപിൻ സാഗർ, പ്രസിഡന്റ് എൻ സിദ്ധപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി ബഗീഷ് പൂരാടൻ, അതുൽ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാനമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോക വിഗ്രഹത്തോട് നിർമ്മിച്ചിട്ടുള്ള സ്വാമിയുടെ വിഗ്രഹം നാട്ടികയിലാണുള്ളത്. പുരാതനമായി തൃപ്തിയ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി എല്ലാവർക്കും അനുഗ്രഹം വർഷിച്ചുകൊണ്ട് സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് സംഘാടക സമിതി ചെയർപേഴ്സൺ MA ഹാരിസ് ബാബു പതാക ഉയർത്തി. പൊതുസമ്മേളന വേദിയായ VS അച്യുതാനന്ദൻ നഗറിൽ നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് GDM LP സ്കൂളിൽ വെച്ച് അജയ് ഘോഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വെച്ച് KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PCCG ജാഥ ക്യാപ്റ്റൻ രമേശ് കേശവന് പതാക കൈമാറിക്കൊണ്ട് കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തു. രാജേഷ ശിവജി അധ്യക്ഷത വഹിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ MR ദിനേശൻ, PK മോഹനൻ, EP അജയ് ഘോഷ്, അമൽ T പ്രേമൻ, K പ്രമോദ്, സാജൻ ഇഗ്നേഷ്യസ്, TM ബിന്ദു, അനീഷ് ലോറൻസ്, TM ലത, ബിനോയ് T മോഹൻ, T വിനോദിനി തുടങ്ങിയവർ സംസാരിച്ചു. KSTA 35-ാം തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ ആരംഭിച്ചു. തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലെ B സുരേഷ് നഗറിൽ കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും ഭാവിയും എല്ലാം സംസാരിക്കാൻ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഞങ്ങളുടെ അധ്യാപക സംഘടനാ നേതാക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ചുറ്റുപാടുകൾ ഇന്നത്തെ അവസ്ഥയിൽ വളർന്നു വരുന്നതിന് ഒരുപാട് പോരാട്ടങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടന്നിട്ടുണ്ട്. EMS വിശേഷിപ്പിച്ച പോലെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ, സാമൂഹ്യ ചുറ്റുപാടുകൾ ജാതിയുടെയും സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്ന ജന്മിത്വത്തിൻ്റെയും രാഷ്ട്രീയാവസ്ഥ നാടുവാഴിത്തത്തിൻ്റെതുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഡേവിസ്, സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ്, FSETO ജില്ലാ ട്രഷറർ ഡോക്ടർ രാജീവ്, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് സെക്രട്ടറി IB ശ്രീകുമാർ, സ്വാഗത സംഘം ചെയർമാൻ MA ഹാരിസ് ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് സജ്ജൻ KC, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ CT, ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ്, ട്രഷറർ T വിനോദിനി, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു TM, ജോയിന്റ് സെക്രട്ടറി MS ബീന എന്നിവർ സംസാരിച്ചു. ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ ആലപ്പാട് യൂണിറ്റ് കൺവെൻഷൻ ആലപ്പാട് GLPS ശതാബ്ദി മന്ദിരത്തിൽ ചേർന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അംബിക ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് 2-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷക്കീല ലത്തീഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ലേഖ സുനിൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പെരിങ്ങോട്ടുകര ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി, ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ്, രാഖി PR, ധന്യ ബൈജു, ചിത്ര എന്നിവർ സംസാരിച്ചു. ശേഷം പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അംബിക ജയപ്രകാശ്, സെക്രട്ടറി ഷക്കീല ലത്തീഫ്, ട്രഷറർ ലേഖ സുനാൽ എന്നിവരെ തിരഞ്ഞെടുത്തു. ലോൺ കൊടുക്കുമ്പോൾ വലിയ സർവീസ് ചാർജുകളും വലിയ പലിശയും വാങ്ങിക്കൊണ്ടാണ് ലോണുകൾ കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും 10%
ലോൺ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതേസമയം 10% പലിശ വാങ്ങിക്കുമ്പോഴും നാം അടയ്ക്കുന്ന സമ്പാദ്യത്തിന് 7% പലിശ നമുക്ക് തിരിച്ചു ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും 3% വ്യത്യാസം മാത്രമേ അതിൽ വരുന്നുള്ളൂ എന്നുള്ളത് വളരെ വലിയ വാസ്തവമാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ സുതാര്യമായ ലോണുകൾ തീർച്ചയായും നമ്മുടെ സംഘടനയ്ക്ക് മാത്രം ഉള്ള സവിശേഷതയാണ്. തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടത് സംഘത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ലോണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ലോണിൽ തിരിച്ചറിവ് തടസ്സപ്പെടുന്ന പക്ഷം ആ സംഘത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആ 20 പേരുണ്ടെങ്കിൽ ആ 20 പേർക്കും ഒരേപോലെ ബാധിക്കുന്ന രീതിയിൽ ആ ലോണുകളായി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീനിവാസന്റെ വിയോഗത്തിൽ വിതുമ്പി സംവിധായകൻ സത്യൻ അന്തിക്കാട്. 2 ആഴ്ചയിൽ ഒരിക്കൽ പോയി കാണുമായിരുന്നുവെന്നും സംസാരിച്ച ശ്രീനിവാസനെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും വേഗം നമ്മളെ വിട്ട് പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല. ബുദ്ധിയും മനസ്സും സൂക്ഷ്മമായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നു എന്നും സത്യൻ അന്തിക്കാട് അനുസ്മരിച്ചു. ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാൻ സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അത് ഓക്കെ. തൃത്തല്ലൂർ വെസ്റ്റ് കടപ്പുറം സ്കൂളിന് സമീപം താമസിക്കുന്ന വൈക്കാട്ടിൽ കരുണാകരൻ മാസ്റ്റർ മകൻ രാമചന്ദ്രൻ വൈദ്യർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ഭാര്യ സുനന്ദ, മക്കൾ ഡോക്ടർ ജ്യോതിസ്, ഡോക്ടർ തേജസ്, മരുമക്കൾ കരോളിൻ, ദീപക്. തൃപ്രയാർ ബ്യൂട്ടി സിൽക്സിന് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന ഞാറ്റുവെട്ടി പരേതനായ ശങ്കരന്റെ മകൻ ശങ്കരനാരായണൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 2-ന് നാട്ടിക പൊതുശ്മശാനത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം വഴിയമ്പലത്തുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. മണലൂർ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.